ജനറലി എല്ലാവരും അങ്ങനെയല്ലേ. നമ്മൾ എത്ര മുമ്പോട്ട് വന്നാലും ലൈഫിലെ എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ മുമ്പോട്ട് വന്നാലും പിന്നെ ആളുകൾക്ക് ഇപ്പൊ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോഴും ഓൾമോസ്റ്റ് ഒരു 10 years കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട്. അതിനൊക്കെ ശേഷമാണ് ഞാൻ അഭിനയിക്കാൻ വന്നത് പോലും. അപ്പൊ ഇപ്പോഴും 10 years കഴിഞ്ഞിട്ടും വെറും 19 ദിവസത്തിനുള്ളിൽ രചനയുടെ വിവാഹം മുടങ്ങി, പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും. അപ്പൊ നമ്മളതൊക്കെ കഴിഞ്ഞ് അതിന്റെ മുമ്പിലേക്കുള്ള ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് ഒരു ന്യൂ വേ ഓഫ് ലൈഫിനെ നമ്മൾ നോക്കിക്കാണുക. അത് ഓർത്തിട്ടാണ് ഞാൻ അല്ല നമ്മളൊരു ഡെഫിനറ്റ്ലി ഞാൻ ഏറ്റവും അധികം വിഷമിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതാണ്. അതൊക്കെ കഴിഞ്ഞു, എപ്പോഴേ കഴിഞ്ഞു. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ചില്ലാണല്ലേ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് ഡിപ്രഷൻ എന്നുള്ള വാക്ക് തന്നെ അറിയില്ല. പിന്നെ ഇപ്പൊ കോവിഡ് വന്നു എനിക്ക്. അതിനുശേഷം കുറച്ചിങ്ങനെ ഡിപ്രഷൻ അല്ല, ഐ തിങ്ക് വി ഷുഡ് നോട്ട് യൂസ് എ വേർഡ് ഡിപ്രഷൻ. നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന വേർഡാണ് ഡിപ്രഷൻ. ജസ്റ്റ് സ്ട്രെസ്, നത്തിങ് എൽസ്. അപ്പൊ കോവിഡിന് ശേഷം ഒരു ഇത്തിരി സ്ട്രെസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. അത് എനിക്ക് മാത്രല്ല, ചോദിക്കണവർക്കൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ആണല്ലേ, അതപ്പോ വേറെന്തോ. ചേച്ചിക്ക് ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? അതായത് ഫാൻസ് ഉണ്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ആരാധിച്ചു കൊണ്ടു നടക്കുന്ന? ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് പേര് വിളിക്കും. ഞാൻ അവരോട് വിളിക്കുമ്പോ സംസാരിക്കാനുള്ള സമയം കണ്ടെത്താറുണ്ട്. ഇപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേരുടെ സ്നേഹം കൂടുതൽ കിട്ടാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്നാലും ആരാധന കണ്ട് വണ്ടർ അടിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടോ? എന്റെ അമ്മ ഇത്രമാത്രമൊക്കെ വണ്ടർ അടിക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. ഞാൻ ഭയങ്കര ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അതിനെ ഡീൽ അതില് എനിക്ക് വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിനോടാണ് അവർക്ക് ഇഷ്ടം. നമ്മൾ എന്നുള്ള വ്യക്തിയെക്കാട്ടിലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടമാണ്. ഇപ്പൊ നമുക്കൊക്കെ ലാലേട്ടനോടും അല്ലെങ്കിൽ മമ്മൂക്കയോടും അല്ലെങ്കിൽ സുരേഷ് ഏട്ടനോടും ഒക്കെ ഇഷ്ടം തോന്നാനുള്ള കാരണം ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കണ്ട് അവർ ചെയ്ത ക്യാരക്ടേഴ്സിനോടുള്ള ഇഷ്ടമാണ് അല്ലെ. അത് തന്നെയാണ് ഇപ്പൊ എന്നോടുള്ളത്. അപ്പൊ അതില് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നണില്ല. ആ ഇഷ്ടം ഞാൻ എന്തായാലും മനസ്സിൽ വെക്കും. ചേച്ചിയുടെ 3 നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങളല്ലേ പറയണ്ടേ? ഞാൻ എന്നെ കുറിച്ച് സ്വയമായി വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ അയ്യോ, വളരെ പോസിറ്റീവ് ആണ് ഒരു കാര്യം. ഞാൻ ബാക്കി കൂടി പറഞ്ഞു. ഞാൻ ഒരു ക്ലൂ തന്നു, ബാക്കി 2 പറഞ്ഞു. ആ പോസിറ്റീവില് എല്ലാം ഉണ്ടല്ലോ. എനിക്ക് ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടമല്ല വീണ. മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാറില്ല ഞാൻ ആരെയും. അതിപ്പോ മിക്കവരും അങ്ങനെയായിരിക്കും. എങ്കിലും കൂടി ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അത്